1967 രണ്ടാം EMS മന്ത്രിസഭ കേരള ഭാഗ്യക്കുറി ആരംഭിക്കുന്നത്. സർക്കാരിൻ്റെ ചുമതലയിലുള്ള ഇന്ത്യയിലെ തന്നെ പ്രഥമ ലോട്ടറിയായിരുന്നു അത്. ഇന്ന് മലയാളിയുടെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി ലോട്ടറി മാറിക്കഴിഞ്ഞു. 1968 മുതലുള്ള കേരള ഭാഗ്യക്കുറിയുടെ ടിക്കറ്റുകൾ എടുക്കുകയും അത് സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്തിരുന്ന ഒരാളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. വടക്കൻ പറവൂരിലെ വടക്കുംപുറത്ത് താമസിക്കുന്ന കളത്തുങ്കൽ നന്ദകുമാറാണ് നൂറുകണക്കിന് ലോട്ടറികളുടെ അപൂർവ ശേഖരത്തിനുടമ. ഭാഗ്യക്കുറി സ്ഥിരമായി എടുത്തിരുന്നുവെങ്കിലും ഭാഗ്യം നന്ദകുമാറിനെ വളരെയൊന്നും കനിഞ്ഞിട്ടില്ല. 1969 ₹1 ലോട്ടറി ടിക്കറ്റിൻ്റെ വിലയെന്ന് നന്ദകുമാറിൻ്റെ ശേഖരത്തിൽ നിന്ന് മനസ്സിലാക്കാം. അത് 1967 മുതലുള്ള വില തന്നെയാണ്. 1,00,000 രൂപയായിരുന്നു അന്നത്തെ സമ്മാനത്തുക. ഓണം ബമ്പറുകളും ക്രിസ്മസ്, വിഷു ബമ്പറുകളും പിന്നീട് ഭാഗ്യക്കുറി വകുപ്പ് പുറത്തിറക്കുകയുണ്ടായി. ഈ ടിക്കറ്റുകളെല്ലാം ഒന്നൊഴിയാതെ നന്ദകുമാർ സൂക്ഷിച്ചിട്ടുണ്ട്. ലോട്ടറി ടിക്കറ്റുകൾ എടുത്ത് ഭാഗ്യം പരീക്ഷിച്ചിരുന്ന നന്ദകുമാർ പിന്നീട് തൻ്റെ കടയിൽ ലോട്ടറി വിൽപ്പനയും തുടങ്ങി. ആദ്യം മാസത്തിലൊന്നും, പിന്നീട് 2, അതിനുശേഷം ആഴ്ചയിലും തുടങ്ങിയ നറുക്കെടുപ്പുകൾ പിന്നീട് എല്ലാ ദിവസവും നറുക്കെടുക്കുന്ന ലോട്ടറിയിൽ എത്തി നിൽക്കുന്നു. ഒരു കൗതുകത്തിനായി ലോട്ടറി ടിക്കറ്റുകൾ സൂക്ഷിക്കുന്നത് തുടർന്ന നന്ദകുമാർ പിന്നീട് പഴയ ഇന്ത്യൻ കറൻസി നോട്ടുകളും ശേഖരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തു. ആദ്യമായിട്ട് ഏത് വർഷമാണ് ലോട്ടറി എടുത്ത് ഓർക്കുന്നുണ്ടോ? 68 തുടങ്ങി സൂക്ഷിക്കുന്നതാണ്. കേരള സർക്കാരിന്റെ ലോട്ടറി മാത്രമാണ് എടുക്കുന്നത്? അത്രേ ഉള്ളൂ. എത്ര രൂപ അടിച്ചിട്ടുണ്ട്? 5000. മാക്സിമം 5000. ഇപ്പൊ എടുക്കാറുണ്ടോ? ഇപ്പൊ വല്ലപ്പോഴും സ്ഥിരം നിർത്തി. സ്ഥിരം ഞാൻ എടുത്തത് കൊടുക്കുകയും ചെയ്യുന്നു, ഇവിടെ എടുത്ത് വെക്കുകയും ചെയ്യുന്നു. വിറ്റിരുന്നു ഞാൻ ഇവിടെ. പണ്ട് ആഴ്ചയിൽ ഒരെണ്ണം വരുന്നോ? അതൊക്കെ ഉണ്ടായിരുന്നു. മാസത്തിൽ 1, 2 എണ്ണം അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാ ദിവസവും ഉണ്ടല്ലേ? ഇപ്പൊ എല്ലാ ദിവസവും ഇല്ല.